മാർക്കോ ലെസ്കോവിച്ച് പ്രതീക്ഷിച്ചതിലും അധികം വിശ്വാസം പകർന്ന മനുഷ്യൻ, അവസാനിച്ചുവെന്ന് വിശ്വസിച്ച നിമിഷങ്ങളിൽ നിന്ന് പോലും രക്ഷിച്ചു നിർത്തിയവൻ, എതിർമുന്നേറ്റങ്ങൾക്ക് ചുറ്റും തൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും കൂടെയുള്ളവരെ കൂട്ടുപിടിച്ച് വലയം സൃഷ്ടിച്ചത് ഏറെ സാക്ഷിയായിട്ടുണ്ട്. ഡിഫൻസ് ലൈനെയും ടീമിനെയും ഒപ്പം ലീഡ് ചെയ്യാനുള്ള അയാളുടെ കഴിവിൽ ആവോളം ആസ്വദിച്ചിട്ടുണ്ട്. എതിരാളികളുടെ മുന്നേറ്റങ്ങളെ ശിഥിലമാക്കിയ ടാക്കിളുകളിൽ പലപ്പോഴും അമ്പരന്ന് കൈയടിച്ച് പോയിട്ടുണ്ട്. അവസാന സീസണിൽ പോലും ഒടുക്കം വയസ്സിനെ പോലും വകവെക്കാതെ ഇറങ്ങി നിന്ന് പോരാടിയതും അവശേഷിച്ച നിമിഷങ്ങളായിരുന്നു. സ്വന്തം രാജ്യത്തിന് വേണ്ടി പോരാടും പോലെ അയാൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച ആ നിമിഷങ്ങൾക്കെല്ലാം എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഒടുവിൽ ആ ക്രൊയേഷ്യക്കാരൻ പടിയിറങ്ങുകയായിരുന്നു. പകരം ഡ്രിൻകിച്ചിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ആശ്വസിച്ചു. കൂടെ ഇന്ത്യയിലെ തന്നെ മികച്ച ഡിഫൻസിങ് ലൈനപ്പുകളും. എന്നാൽ പലപ്പോഴും അതെല്ലാം മാടിയുലയുന്നത് നമ്മൾ സാക്ഷിയായതാണ്. അതുകൊണ്ട് തന്നെയാണ് ലെസ്കോയ്ക്ക് പകരക്കാരനെ തേടിയിറങ്ങിയത്. അങ്ങനെ ആ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് ഫ്രഞ്ചിലായിരുന്നു. എതിരാളികളുടെ ഹിതമെടുപ്പിനെ പോലും അളക്കാൻ ശേഷിയുള്ള ഒരുത്തിനെ തന്നെ മാനേജ്മെൻറ്റ് കണ്ടെത്തി കൊണ്ടുവരുന്നു. പോരായ്മകളിൽ പലപ്പോഴും ആശങ്ക സൃഷ്ടിക്കുന്ന പ്രതിരോധങ്ങൾക്കിടയിൽ ഇനി 1009 നമ്പറുകാരനുമുണ്ടാകും. വാഴ്ത്തുപാട്ടുകൾ ഒന്നുമില്ല, വരുന്നത് മാലാകയുമില്ല. ഇനി ISL കാണാൻ പോകുന്നത് ചെകുത്താൻ വേദമോതുന്നതാണ്. അലക്സാണ്ടർ സെർജിക്കയോഫ് ഈസ് പതിവിലും വിശ്വാസമുള്ള മറ്റൊരു സീസൺ. ഡൂറിൻ്റെ കപ്പിലെ പ്രകടനങ്ങൾ ISL 11ാം എഡിഷൻ്റെ കിരീടം ഏറെക്കുറെ സ്വപ്നം കാണുവാൻ പ്രേരിപ്പിക്കുന്ന ഒന്നു തന്നെയാണ്. നിർഭാഗ്യങ്ങളെ തിരിച്ചു വേട്ടയാടാനുറപ്പിച്ച ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ കളിയളവിൽ കൂടുതലെന്തോ വിശ്വാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഡിഫൻസിലെ ആശങ്ക വല്ലാതെ മനസ്സിൽ ചർച്ചയാകുന്നുണ്ട്. ഡൂറിൻ്റെ കപ്പിലെ കളിമികവും ഗോളുകളുടെ എണ്ണവും കണ്ട് ഒരിക്കലും മതിൽ കടന്ന് ആഹ്ലാദിക്കുവാനോ കൈയടിക്കുവാനോ സാധിക്കുന്നില്ല. കാരണം ക്വാർട്ടറിൽ കരുത്തന്മാരും ചില വൈരാഗ്യങ്ങളുമാണ്. ആ എതിരാളികളെ മറികടന്ന് ആരാധകർക്ക് ആത്മവിശ്വാസം പകരണം. എന്നാൽ മാത്രമാണ് വിശ്വസിച്ചുകൊണ്ട് ISL വേദിയിലേക്ക് പ്രവേശിക്കുവാനാകൂ. പലപ്പോഴും ഡൂറിൻ്റെ കപ്പിൽ ഡിഫൻസ് ലൈനിൽ നിന്നും ഡ്രിൻകിച്ചും പ്രീതം കോട്ടാലുമെല്ലാം ബ്ലൈൻഡായി അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ എതിർ ടീമിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടാകുമ്പോൾ പലപ്പോഴും അവർക്ക് പൊസിഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ എതിരാളികൾ ദുർബലമായതുകൊണ്ട് മാത്രമാണ് പലപ്പോഴും രക്ഷപ്പെട്ടത് എന്ന് കഴിഞ്ഞ മത്സരങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട്. ഗോളുകളുടെ എണ്ണത്തിൻ്റെ അഡ്വാൻറ്റേജിൽ പോകുന്നതാകാമെന്ന് ആശ്വസിക്കുമ്പോഴും എതിരാളികൾ ശക്തരാകുമ്പോൾ ഇതിൻ്റെ സിറ്റുവേഷനിൽ മാറ്റമുണ്ടാകുമെന്നത് ഉറപ്പ് തന്നെയാണ്. ഡ്രിൻകിച്ചിൻ്റെ വേഗത കുറവും ഡിഫൻസിലെ ചില മിസ്റ്റേക്കുകളും ലോങ് പാസുകളിലെ കൃത്യത കുറവുമെല്ലാം മുന്നോട്ടുള്ള ഡ്യൂറിൻ്റെ കപ്പിലെ മത്സരങ്ങളിലും ശേഷമുള്ള ISLലും ചോദ്യചിഹ്നമാകുമെന്ന് ഉറപ്പ് തന്നെയാണ്. യാഥാർത്ഥ്യത്തിൽ ഡിഫൻസ് ലൈനിനെ കൺട്രോൾ ചെയ്യുവാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു നല്ല ഡിഫൻഡർ ഇല്ലെങ്കിൽ CB ഇല്ല എന്നതാണ് ഇതിന് ഏറ്റവും വലിയ കാരണം. ലെസ്കോ ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യൻ താരങ്ങളെ വെച്ച് പോലും അതിഗംഭീരമായി അതിനെ അയാൾ കൺട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. ആ ഒരു വിശ്വാസം തന്നെയാണ് കൊയോഫിലൂടെയും ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ലെൻസ്, ഗ്രാനഡ, മയോക്കസ് തുടങ്ങിയ യൂറോപ്പിലെ വിവിധ ക്ലബ്ബുകളിൽ പന്തുതട്ടിയ എക്സ്പീരിയൻസ് തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയും. അതുതന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറെ ആശ്വാസം നൽകുന്നതും. അലങ്കാര വാക്കുകളോ പ്രകടന മികവുകളോ ഒന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല. മൈക്കിളപ്പൻ്റെ പരിശീലനത്തിലുള്ള ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൽ അലക്സാണ്ടർ കൊയോഫിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നതും നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഡ്യൂറിൻ്റെ കപ്പിലെ ഈ ക്യാമ്പിൽ ജോയിൻ ചെയ്യുന്ന കൊയോഫ് ISL തുടങ്ങുമ്പോഴേക്കും ബ്ലാസ്റ്റേഴ്സ് ടീമുമായി നല്ലപോലെ പൊരുത്തപ്പെടുമെന്ന് വിശ്വസിക്കാം. ഒരു മിഡ്ഫീൽഡറായി കളിക്കാൻ ശേഷിയുള്ളതും കൂടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇനി വരാനിരിക്കുന്നത് കിരീടം മാത്രം ഉറപ്പിക്കുന്ന ഒരു സീസണാണ്. ആ ചരിത്രം പിറവികൊള്ളുന്നുണ്ടെങ്കിൽ അതിലെ കൊയോഫിൻ്റെ ഭാഗമാണ് ഇനി നമ്മൾ വായിക്കാൻ കാത്തിരിക്കുന്നത്. വെയിറ്റ് ഫോർ ദാറ്റ് മൊമെൻറ്റ്സ്.